നിങ്ങൾ നൽകിയ ഈ പുസ്തകം ഫാ സേവ്യർ കുടിയാംശ്ശേരിയുടെ നെയ്തൽ പെരുമ വായിച്ചപ്പോൾ മനസ്സിൽ തറച്ചുപോയൊരു ചോദ്യമുണ്ട്. കടലും തീരവും ആരുടേതാണ്? അതെ. ഇതൊരു നിയമപരമായ ചോദ്യം മാത്രമല്ലല്ലോ. അല്ലേല. ഒരു ജനതയുടെ സ്വത്വം, ചരിത്രം, അതിജീവനം എല്ലാം ഈയൊരു ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇതൊരു കേവലം ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ളൊരു തർക്കത്തിന്റെ കഥയല്ല. മറിച്ച് ആധുനികതയുടെയും പിന്നെ ഈ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളുടെയും മുന്നിൽ തങ്ങളുടെ ഒരു സാംസ്കാരിക ഇടം നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ ആത്മരോഷമാണ്. അതെ. അതിൽ സന്ധ്യാവെന്ന കേന്ദ്ര കഥാപാത്രമില്ലേ? അതൊരു വ്യക്തിയല്ല, ആ സമൂഹത്തിന്റെ ഒരു ശബ്ദവും പ്രതിരോധവുമാണ്. നോവലിസ്റ്റ് ശരിക്കും ആ കഥാപാത്രത്തിലൂടെ ഒരു ജനതയുടെ ഉണർവാണ് വരച്ചു കാട്ടുന്നത്. ന്യുവിന്റെ നേതൃത്വത്തിലുള്ള കണ്ടേവാർ എന്നൊരു കമ്പനി അവര് വന്നിട്ട് പറയുകയാണ്, ഈ കടപ്പുറം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിയെന്ന്. അതും തലമുറകളായി അവിടെ ജീവിക്കുന്നവരുടെ മുഖത്ത് നോക്കി. അതെ, ആ ഒരു ഞെട്ടൽ, ആ നിസ്സഹായത, അത് വളരെ ശക്തമായിട്ട് നോവലിൽ പറയുന്നുണ്ട്. തീർച്ചയായും. ആ ഒരൊറ്റ രംഗം നോവലിന്റെ അടിസ്ഥാന സംഘർഷം എന്താണെന്ന് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. ഒരു വശത്ത് നിയമത്തിന്റെ ഭാഷ സംസാരിക്കുന്ന, കയ്യിൽ കുറെ രേഖകളൊക്കെയുള്ള കോർപ്പറേറ്റ് ലോകം, മറ്റേ വശത്തോ? മറുവശത്ത് നിയമത്തെക്കാളൊക്കെ എത്രയോ പഴക്കമുള്ള പാരമ്പര്യത്തിന്റെയും അനുഭവത്തിന്റെയും ഭാഷ സംസാരിക്കുന്ന തീരദേശ ജനത. സർക്കാർ വക പുറമ്പോക്ക് ഭൂമി എന്നൊരു പേരിട്ട് ഒരു ജനതയുടെ ജീവിതത്തെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. അതെ, അവിടെയാണ് യഥാർത്ഥ സംഘർഷം തുടങ്ങുന്നത്. അപ്പൊ സന്ധ്യാവിന്റെ പ്രതികരണം വരുന്നു, ഇത് ഞങ്ങളുടെ മണ്ണാണ്, തലമുറകളായി ഞങ്ങൾ കൈവശം വെച്ച് അനുഭവിക്കുന്നതാണ് എന്ന്. അത് വെറുമൊരു വൈകാരിക പ്രതികരണമല്ല. അല്ല, അതിലൊരു നിയമപരമായ അവകാശവാദം കൂടിയുണ്ട്. പക്ഷെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് പള്ളിയുടെ ഇടപെടൽ വരുമ്പോഴാണ്, അല്ലേ? അതെ. മുൻ വികാരിയും കമ്മിറ്റിക്കാരും ഒപ്പിട്ട ഒരു കരാറിന്റെ പിൻബലത്തിലാണ് ഈ കച്ചവടം നടന്നതെന്ന വെളിപ്പെടുത്തൽ. ശരിക്കും ആ സമൂഹത്തിനേറ്റ ഒരു കനത്ത പ്രഹരമായിരുന്നു അത്. സംരക്ഷിക്കേണ്ടവർ തന്നെ തങ്ങളെ ഒറ്റ കൊടുത്തു എന്നൊരു തോന്നൽ. അതെ. ഭരണകൂടം, കോർപ്പറേറ്റുകൾ, ഇപ്പം മതനേതൃത്വവും തങ്ങൾക്കെതിരാണ് എന്നൊരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ നിന്നാണ് അവരുടെ ചെറുത്തുനിൽപ്പിന് പുതിയൊരു ദിശാബോധം വരുന്നത്. ആ ചെറുത്തുനിൽപ്പിന്റെ തുടക്കം എനിക്ക് വളരെ രസകരമായി തോന്നി. ഒരു വായനശാലയിൽ മെഴുകുതിരി വെളിച്ചത്തിൽ സന്ധ്യാവും കുറച്ച് ചെറുപ്പക്കാരും രഹസ്യമായി ഒത്തുകൂടുന്നു. വളരെ സിനിമാറ്റിക്കായ ഒരു രംഗമാണത്. അതെ. എന്നെ അത്ഭുതപ്പെടുത്തിയതെന്താണെന്ന് വെച്ചാൽ അവരവിടെ ചർച്ച ചെയ്യുന്നത് സമരതന്ത്രങ്ങൾ മാത്രമല്ല, കഥകളും കവിതകളുമാണ്. അതെ, ഒരു പോരാട്ടത്തിന് എങ്ങനെയാണ് കഥകൾ ഇന്ധനമാകുന്നത്? അതാണ് ഈ നോവലിന്റെ ഒരു പ്രധാന ഉൾക്കാഴ്ച. നിയമത്തിന്റെ രേഖകൾക്ക് മുന്നിൽ ഒരു സാധാരണ ജനതയ്ക്ക് വെക്കാനുള്ളത് അവരുടെ ഓർമ്മകളും കഥകളുമാണ്. സന്ധ്യാവ് പറയുന്ന നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എന്ന ബൈബിൾ കഥയില്ലേ? ഓ, ആ കഥ. അതൊരു വെറും ഉദാഹരണമല്ല. അത് അനീതിക്കെതിരെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സാംസ്കാരിക ഓർമ്മയാണ്. രാജാവ് ഒരു സാധാരണക്കാരന്റെ ഭൂമി തട്ടിയെടുക്കുന്ന കഥ. അതെ, അധികാരവും പണവുമുള്ള രാജാവ് പാരമ്പര്യമായി കിട്ടിയ തുണ്ടുഭൂമി വിട്ടുകൊടുക്കാത്തതിന്റെ പേരിൽ നാബോത്തിനെ ഇല്ലാതാക്കുന്നു. ആ ഓർമ്മയെയാണ് സന്ധ്യാവ് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്. നമ്മുടെ അവസ്ഥയും ഇതുതന്നെയെന്ന് പറയുമ്പോൾ ആ പോരാട്ടത്തിനൊരു ചരിത്രപരമായ തുടർച്ച കിട്ടുകയാണ്. ഒരു ധാർമ്മികമായ ന്യായീകരണവും. തീർച്ചയായും. അതോടൊപ്പം ഏറ്റുമാനൂർ സോമദാസന്റെ ആ കവിതയും. 100ഓളം അവശരായ ആടുകൾ ഒന്നിച്ച് തിരിഞ്ഞു നിന്നിരുന്നെങ്കിൽ. അതെ, എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യം അത് കേൾക്കുന്നവരിലേക്കൊരു ഊർജം കൊടുക്കുന്നുണ്ട്. വ്യക്തിപരമായ നിസ്സഹായതയെ സംഘടിതമായ ശക്തി കൊണ്ട് മറികടക്കാമെന്ന വലിയൊരു രാഷ്ട്രീയ സന്ദേശം. ശരിയാണ്. പിന്നെ ചരിത്രത്തിൽ നിന്നും ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ചെറിയ രാജ്യമായ ജപ്പാൻ ഭീമനായ റഷ്യയെ തോൽപ്പിച്ചതുപോലെ തങ്ങളുടെ ഈ ചെറിയ സമരം പോലും ഒരുപക്ഷെ ചരിത്രത്തെ മാറ്റിമറിച്ചേക്കാം എന്നൊരു പ്രതീക്ഷ അത് നൽകുന്നു. പക്ഷെ നോവലിസ്റ്റ് വെറും വൈകാരികമായ പ്രചോദനത്തിൽ നിർത്തുന്നില്ല. ഇല്ല. 13 വർഷത്തിൽ കൂടുതൽ ഒരു ഭൂമി കൈവശം വെച്ച് അനുഭവിക്കുന്നവർക്കുള്ള നിയമപരമായ അവകാശത്തെക്കുറിച്ചൊക്കെ സന്ധ്യ അവരെ ബോധവാന്മാരാക്കുന്നുണ്ട്. അഡ്വേഴ്സ് പൊസിഷൻ. അതെ. അതായത് കഥകൾ നൽകുന്ന ധാർമ്മിക ബലവും നിയമം നൽകുന്ന പ്രായോഗിക ബലവും ഒരുമിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ ധാർമ്മിക ബലത്തിന്റെ പിൻബലത്തിലാണ് അവർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ആ മുദ്രാവാക്യങ്ങൾ, കടലും തീരവും തീരജനതയ്ക്ക്, അതൊരു അവകാശ പ്രഖ്യാപനമാണ്. പക്ഷെ അടുത്തത്, മാളിക കെട്ടി വാഴാനല്ല, ജനിച്ച മണ്ണിലൊരിത്തിരി നേരം ജീവിക്കാനാണ് ഈ സമരം. ആ വാക്കുകളിൽ ആ സമരത്തിന്റെ ആഴമുണ്ട്. അതൊരു വലിയ ആവശ്യമല്ല, അതൊരു അടിസ്ഥാനപരമായ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്.
അതെ, ഈ സമരം മണ്ണിനു വേണ്ടിയുള്ളത് മാത്രമല്ല, അവരുടെ സ്വത്വത്തിനു വേണ്ടിയുള്ളത് കൂടിയാണ്. ആ സ്വത്വം എത്ര ആഴത്തിലുള്ളതാണെന്ന് നമുക്ക് സന്ധ്യാവിന്റെയും സന്ധ്യയുടെയും കഥാപാത്രങ്ങളിൽ കാണാം. ശരിയാണ്. അവരെ വെറും പേരുകളിലല്ല നോവൽ പരിചയപ്പെടുത്തുന്നത്. കടലിന്റെ മകൻ, കായലിന്റെ മകൾ. അതെ. ഈ പേരുകൾ കേവലം ഒരു അലങ്കാരമല്ലല്ലോ. സന്ധ്യാവിന്റെ ജനന കഥ തന്നെ അതാണല്ലോ സൂചിപ്പിക്കുന്നത്. തിരയെടുത്തു കൊണ്ടുപോയി തിര തന്നെ തിരികെ നൽകിയ കുട്ടി. തീർച്ചയായും. പ്രകൃതിയുമായി അത്രയേറെ ഇഴുകിച്ചേർന്ന ഒരു ജീവിതത്തെയാണ് അത് അടയാളപ്പെടുത്തുന്നത്. നോവലിസ്റ്റ് ഇവിടെ പ്രകൃതിയെ തന്നെ കഥാപാത്രങ്ങളാക്കുകയാണ്. കടലും കായലും തമ്മിലുള്ള വിവാഹം. അതെ, പത്രവാർത്ത പോലും കടലും കായലും കല്യാണം കഴിച്ചു എന്നാണ്. ഇത് തീരദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്വത്വം മനുഷ്യരുടെ വ്യക്തിത്വത്തിൽ എത്രമാത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നു. അവരുടെ പേര് മാത്രമല്ല, അവരുടെ ഐഡന്റിറ്റി തന്നെ ആ മണ്ണും വെള്ളവുമാണ്. ശരിക്കും. ഈ വൈവിധ്യമാർന്ന സ്വത്തങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്കാണ് നോവലിലെ കടലോര പഠനയാത്ര നമ്മളെ കൊണ്ടുപോകുന്നത്. അമ്പലപ്പുഴ മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള ആ യാത്രയിലെ കണ്ടെത്തലുകൾ ശരിക്കും കണ്ണു തുറപ്പിക്കുന്നതാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ തീരദേശമെന്ന് പൊതുവായി പറയുമ്പോഴും അതിനുള്ളിൽ എത്രയെത്ര ലോകങ്ങളുണ്ട്. അതെ, ഓരോ പ്രദേശത്തും കടലിനു പോലും ഓരോ സ്വഭാവമാണെന്ന് അവർ കണ്ടെത്തുന്നു. ചിലയിടത്ത് ശാന്തം, ചിലയിടത്ത് രൗദ്രം. മനുഷ്യരുടെ കാര്യത്തിലോ? അതിനേക്കാൾ പ്രധാനമാണ് മനുഷ്യരിലെ വൈവിധ്യം. പുറക്കാട് സംസാരിക്കുന്ന ഭാഷയല്ല ചെത്തിയിലുള്ളവർ സംസാരിക്കുന്നത്. അത് വെറുമൊരു ഉച്ചാരണ വ്യത്യാസമല്ല അല്ലേ? അല്ല, ഒരു പ്രദേശത്തിന്റെ തനതായ സാംസ്കാരിക മുദ്രയാണ്. അതുപോലെ മത്സ്യബന്ധന രീതികളിലെ വൈവിധ്യം. ചിലർ ചൂണ്ടയിടുന്നു, ചിലർ കോരുവല ഉപയോഗിക്കുന്നു, മറ്റു ചിലർ ആഴ്ചകളോളം ഉൾക്കടലിൽ പോയി വരുന്നവർ. ഓരോ രീതിക്കും അതിൻ്റേതായ സാമൂഹികവും സാമ്പത്തികവുമായ തലങ്ങളുണ്ട്. യാത്രയിലൂടെയാണ് അവർ തീരദേശത്തെ സാമ്പത്തിക അസമത്വവും തിരിച്ചറിയുന്നത്. അതെ, അമ്പലപ്പുഴയിലെ ഓലക്കുടലുകളിൽ നിന്ന് അർത്തുങ്കലിലെ കോൺക്രീറ്റ് വീടുകളിലേക്കുള്ള ദൂരം വെറും കിലോമീറ്ററുകളിലല്ല, സാമൂഹികമായ പല തട്ടുകളിലാണ്. അതെ, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ അഭാവം പോലെ ഈ അന്തരങ്ങളും ആ സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ വേണം നമ്മൾ സന്ധ്യാവെന്ന കഥാപാത്രത്തെ വീണ്ടും നോക്കിക്കാണാൻ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം സന്ധ്യാവിന്റെ ഈ ഇരട്ട വ്യക്തിത്വമാണ്. പള്ളിയിലും പാർട്ടിയിലും ഒരുപോലെ നിൽക്കുന്നത്. അതെ, അയാൾ ഒരേ സമയം തികഞ്ഞ വിശ്വാസിയും കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. പള്ളിക്കാർക്ക് സഹോദരൻ, പാർട്ടിക്ക് സഖാവ്. ഇതൊരു എന്താ പറയാ, തീരദേശ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതയാണ് അതിലൂടെ നോവലിസ്റ്റ് കാണിക്കുന്നത്. ശരിയാണ്. പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമുദായത്തില് പള്ളിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു അധികാര മത്സരമുണ്ട്. രണ്ടും ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ശക്തമായ ഘടകങ്ങളാണ്. അപ്പോ സന്ധ്യ ഒരേ സമയം രണ്ടിടത്തും നിൽക്കുന്നത് ഒരു വലിയ സംഘർഷമായി മാറുകയാണ്. ഒരാൾക്ക് ഒരേ സമയം വിശ്വാസത്തിലും പാർട്ടിയിലും ഒരുപോലെ ശക്തമായി നിൽക്കാൻ കഴിയുമോ? പ്രായോഗികമായി നോക്കുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ? നോവൽ ആ പ്രതിസന്ധിയെ വളരെ യാഥാർത്ഥ്യബോധത്തോടെയാണ് സമീപിക്കുന്നത്. സന്ധ്യാവ് ഈ രണ്ട് ആശയങ്ങളെയും കൂട്ടിയിണക്കാൻ ശ്രമിക്കുന്നത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ എന്ന യേശുവിന്റെ വാക്യത്തിലൂടെയാണ്. പാവപ്പെട്ടവന്റെയും തൊഴിലാളിയുടെയും മോചനമെന്ന പൊതുവായ ലക്ഷ്യം. അതെ, ആ ലക്ഷ്യത്തിൽ ക്രിസ്തുവിനെയും മാർക്സിനെയും അയാൾ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ രണ്ട് സംഘടനകൾക്കും അവനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പള്ളിക്കവൻ അപകടകാരിയായ കമ്മ്യൂണിസ്റ്റാണ്. പാർട്ടിക്ക് അവൻ വിശ്വാസത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിതനാകാത്ത ആളും. പാർട്ടി മീറ്റിംഗിലെ രംഗം വളരെ രസകരമാണ്. സന്ധ്യാവിനെക്കുറിച്ച് സംശയങ്ങൾ വരുമ്പോൾ ഒരു മുതിർന്ന പാർട്ടി നേതാവ് അവനെ പ്രതിരോധിക്കാൻ കൂട്ടുപിടിക്കുന്നത് ബൈബിളാണ്. അതെ, അത് അപ്രതീക്ഷിതമായിരുന്നു. അപ്പസ്തോയ പ്രവർത്തനങ്ങളിലെ ഗമാലിയേലിന്റെ ഉപദേശമാണത്. എന്തായിരുന്നു അത്? ഈ പ്രസ്ഥാനം മനുഷ്യരിൽ നിന്നാണെങ്കിൽ അത് താനേ നശിച്ചു പോകും, ദൈവത്തിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്കതിനെ നശിപ്പിക്കാനാവില്ല എന്ന്. പ്രത്യയശാസ്ത്രത്തിന്റെ കടുംപിടുത്തങ്ങൾക്കപ്പുറം ഒരു മനുഷ്യന്റെ നന്മയെ തിരിച്ചറിയാനുള്ള ഒരു ശ്രമം. അതെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുന്ന ഒരാളെ പൂർണ്ണമായി തള്ളിക്കളയാൻ പാർട്ടിക്കോ പള്ളിക്കോ കഴിയുന്നില്ല. സന്ധ്യാവെന്ന വ്യക്തി ആ രണ്ട് അധികാര കേന്ദ്രങ്ങളെയും ഒരേ സമയം വെല്ലുവിളിക്കുകയാണ്. നോവലിലുടനീളം കഥകളുടെ ശക്തിയെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ചെറുപ്പക്കാർക്കായി സന്ധ്യ നടത്തുന്ന ഒരു സെമിനാറിൽ
ഹെമിംഗ്വേയുടെ കിഴവനും കടലും ചർച്ചാവിഷയമാകുന്നു. ആ ചർച്ച വെറുമൊരു പുസ്തകാവലോകനത്തിൽ ഒതുങ്ങുന്നില്ല. ഇല്ലേയല്ല. സാന്റിയാഗോ എന്ന കിഴവനായ മീൻപിടുത്തക്കാരന്റെ കഥ പറയുമ്പോൾ ആ തീരദേശത്തെ ഓരോ ചെറുപ്പക്കാരനും അതിൽ സ്വന്തം അച്ഛന്റെയോ അപ്പൂപ്പന്റെയോ ജീവിതം കാണുകയാണ്. 84 ദിവസം മീനൊന്നും കെട്ടാതെ 85-ാം ദിവസം ഒരു ഭീമൻ മത്സ്യത്തെ പിടിക്കുന്നതും ഒടുവിൽ അതിന്റെ അസ്ഥികൂടവുമായി മാത്രം തീരമണയുന്നതുമായ ആ കഥ കടലുമായി മല്ലിടുന്ന ഓരോ മത്സ്യത്തൊഴിലാളിയുടെയും പോരാട്ടത്തിന്റെ പ്രതീകമാണത്. ഒരു മനുഷ്യനെ നശിപ്പിക്കാനായേക്കാം, എന്നാൽ അവനെ തോൽപ്പിക്കാനാവില്ല എന്ന ആ വിഖ്യാതമായ വാചകം അവരുടെ ഒരു മുദ്രാവാക്യമായി മാറുന്നുണ്ട്. ശരിയാണ്. തോന്നി. അതൊരു നിർണായകമായ നിമിഷമാണ്. ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, തീരജീവിതം ഇത്ര നിരാശാജനകമാണോ? നമ്മുടെ വിജയങ്ങളെയും നന്മകളെയും നമ്മൾ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്ന്. തങ്ങളെ എപ്പോഴും ഇരകളായി മാത്രം ചിത്രീകരിക്കുന്നതിലുള്ള ഒരു പ്രതിഷേധം. അതെ, സാന്റിയാഗോയുടെ പോരാട്ടം പ്രചോദനമാകുമ്പോഴും തങ്ങളുടെ ജീവിതം അങ്ങനൊരു ദുരന്തമായി അവസാനിക്കേണ്ടതാണോ എന്നൊരു മറുചോദ്യം ആ യുവതി ചോദിക്കുന്നുണ്ട്. അതൊന്ന് ആലോചിച്ചു നോക്കൂ. മറ്റൊരാൾ പറഞ്ഞ കഥയെ അതേപടി സ്വീകരിക്കാതെ അതിനെ തങ്ങളുടെ ജീവിതം വെച്ച് വിമർശനാത്മകമായി വിലയിരുത്തുകയാണ്. അവിടെ നിന്നാണ് സ്വന്തം കഥ പറയാനുള്ള ഒരാഗ്രഹം തുടങ്ങുന്നത്. ശരിയാണ്. മറ്റൊരു കഥാപാത്രം പറയുന്നുണ്ട്, ചരിത്രതാളുകളിൽ നമുക്കിടമില്ല എന്ന്. ഉയർന്ന ജാതിക്കാർ ചരിത്രമെഴുതിയപ്പോൾ തീരദേശം പുറന്തള്ളപ്പെട്ടു. തകഴിയുടെ ചെമ്മീൻ പോലുള്ള കൃതികൾ പോലും തങ്ങളുടെ ഭാഷയെയും ജീവിതത്തെയും തെറ്റായി ചിത്രീകരിച്ചു എന്നൊരു വിമർശനം അതിൽ വരുന്നുണ്ട്. അതെ, സാഹിത്യവും ചരിത്രവും എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ സ്വത്വത്തെ നിർമ്മിക്കുകയും ചിലപ്പോൾ അപനിർമ്മിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു തിരിച്ചറിവാണത്. അപ്പോൾ നെയ്തൽ പെരുമ ഒരു കടലോര ഗ്രാമത്തിന്റെ കഥ പറയുക മാത്രമല്ല ചെയ്യുന്നത്. അല്ല, സ്വത്വത്തിനും അതിജീവനത്തിനും വേണ്ടിയുള്ള ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ, സ്വന്തം കഥ കണ്ടെത്താനുള്ള അവരുടെ ശ്രമത്തിന്റെ വലിയൊരു ക്യാൻവാസ് നമുക്ക് മുന്നിൽ തുറന്നിടുകയാണ്. തീർച്ചയായും. ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ കടലും തീരവും ആരുടേതാണ് എന്ന ചോദ്യത്തിന് നിയമപരമായ ഒരു ഉത്തരം മാത്രം പോരാ എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതൊരു വൈകാരികവും സാംസ്കാരികവും ചരിത്രപരവുമായ ചോദ്യം കൂടിയാണ്. അതെ, ആ മണ്ണും കടലുമായി തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു ജൈവബന്ധത്തിന്റെ കഥയാണത്. ആ ബന്ധത്തെ ഏതെങ്കിലും രേഖകൾ കൊണ്ട് നിർവചിക്കാനോ ഇല്ലാതാക്കാനോ കഴിയില്ല. അതാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം. ഈ നോവല് നമ്മുടെ ചോദിക്കാതെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ കഥകളും ഓർമ്മകളും നമ്മൾ ജീവിക്കുന്ന മണ്ണും നമ്മളിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ് നഷ്ടമാകുന്നത്? നിങ്ങളും എവിടെ നിന്നാണോ വരുന്നത്, ആ സ്ഥലവുമായി നിങ്ങളുടെ സ്വത്വത്തിന് എത്രമാത്രം ബന്ധമുണ്ട്? ഒരുപക്ഷെ ആ ബന്ധത്തിന്റെ ആഴം നമ്മൾ തിരിച്ചറിയുന്നത് അത് നഷ്ടപ്പെടുമെന്ന ഭീഷണി വരുമ്പോഴായിരിക്കും.